പീതാംബരം ഗരവിരാജിതശങ്കചക്രകൗമോദഗീതരതിജങ്കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. പ്രിയരേ, ശ്രീമദ് ഭാഗവതത്തിൽ വേണുഗാനത്തിൻ്റെ ഒരു മഹത്വമാണ് നമ്മൾ കണ്ടത്. മനുഷ്യൻ മാത്രമല്ല, എല്ലാ പ്രപഞ്ചത്തിലത്തെ ചരാചരങ്ങൾക്കും ഈ സംഗീതം ആസ്വദിക്കാനുള്ള കഴിവുണ്ട്. വിശേഷിച്ചും ആ ഭഗവാന്റെ ഓടക്കുഴൽ ആസ്വദിച്ചു വിവിധ ജീവജാലങ്ങളോ അല്ലെങ്കിൽ സംഗതികളോ എപ്രകാരം വേണുഗാനം ആസ്വദിച്ചു, അവരിൽ എന്തെല്ലാം മാറ്റമോ പ്രതികരണങ്ങളോ ചലനങ്ങളോ ഉണ്ടായി എന്നൊക്കെയാണ് പറഞ്ഞു വെച്ചത്. ചലനമില്ലായ്മയ്ക്ക് ചലനം ഉണ്ടായി, ചലനമില്ലാത്തവയ്ക്ക് ഉള്ളതിന് ചലനം ഇല്ലാണ്ടായി. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പശുക്കൾ ചലനമറ്റ് നിന്നു, പ്രതിമ പോലെ. ചലനമില്ലാത്ത വൃക്ഷങ്ങൾ കൊമ്പുകളൊക്കെ ഇളക്കി ചലനം ഉണ്ടാക്കുകയും ചെയ്തു, ചലനത്തെ അവലംബിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു വെച്ചു. ഈ വേണുഗാന സംഗതി, വേണുഗാനത്തിൻ്റെ രസാസ്വാദനം, കൃഷ്ണൻ്റെ മഹത്വങ്ങൾ, കൃഷ്ണൻ്റെ നന്മകൾ, സ്വരൂപ ഭംഗി, ഇതെല്ലാം കണ്ടതായിട്ടുള്ള ഗോപികൾക്ക് സദാ ഭഗവാനോട് കൂടി കഴിയണം. അതിനെന്താ മാർഗം എന്നൊരു ചിന്ത വന്നു. ഇടയ്ക്കൊന്നും കിട്ടിയാൽ പോരാ, നല്ലപോലെ ദാഹിക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം കിട്ടിയിട്ട് ഇപ്പോൾ എന്ത് കാര്യം? അപ്പം മതിയാവോളം കൃഷ്ണനെ ആസ്വദിക്കാൻ, മതിയാവോളം കൃഷ്ണ സംസർഗം ഉണ്ടാവാൻ, മതിയാവോളം കൃഷ്ണ സാന്നിധ്യം ഉണ്ടാവാൻ, കൃഷ്ണനുമായിട്ട് ഒന്നാവാൻ എന്താണ് മാർഗം? അതൊക്കെ പല അർത്ഥത്തിലാണ്. ഇവരാണെന്ന് വെച്ചാൽ ഗൃഹസ്ഥകളാണ്, ഭർത്താക്കന്മാരുള്ളവരാണ്. അവരെ വിട്ടിട്ട് വേറൊരു സ്ത്രീകളുടെ കൂടെ പോകുക എന്ന് പറഞ്ഞത് പണ്ടത്തെ ഒരു കാലത്തും അത് നല്ലതാണിട്ട് പറയുന്നില്ല സ്ത്രീകൾക്ക്. അത് പ്രായോഗികമാവുമോ? അപ്പം അങ്ങനൊരു കാര്യത്തെക്കുറിച്ച് അവർ ചിന്തിച്ചു എന്ന് നമ്മൾ ചിന്തിക്കുന്നതിന് തെറ്റല്ലേ? ആലോചിച്ച് നോക്കൂ. ഇന്നത്തെ കാലത്ത് ശരിയാവുമോ അത്? ഇപ്പോഴും അതിന് തോന്നിയ പോലെ ചെയ്യാറൊന്നുമില്ല. ഒരാളെ വിട്ട് വേറെ ആളെ സ്വീകരിക്കാൻ നിയമമൊക്കെ ഉണ്ടെങ്കിലും അവസാന കയ്യിനെയാണ് സ്ത്രീകളും പുരുഷന്മാരും അത് ചെയ്യുന്നുള്ളൂ. ഒരുവിധം കുടുംബത്തെക്കുറിച്ച് ബോധമുള്ളവർ. അല്ലാത്തവർ ഇന്നൊരു ഭാര്യ, നാളൊരു ഭാര്യ, മറ്റന്നൊരു ഭാര്യ, ഇന്നൊരു ഭർത്താവ് ആക്കാം, ഉണ്ടായിരിക്കാം. അതൊന്നും ഒരു ശരിയായ കാഴ്ചപ്പാടുള്ളവർ ചെയ്യാറില്ല. അറ്റ കയ്യിനാണ് അത്തരം മെത്തേഡ്സ് അല്ലെങ്കിൽ കാര്യങ്ങൾ നമ്മൾ അഡോപ്റ്റ് ചെയ്യണത്. അപ്പോൾ ഈ സ്ത്രീകൾ കൃഷ്ണനെ സദാ ആഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ അത് ഭക്തിയുടെ ഒരു പ്രത്യേക വിധം എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. അതൊക്കെ ഇടയിലും വേറൊന്നായാലും ഭർത്താക്കന്മാരുള്ള ഈ സ്ത്രീകൾ മൊത്തം വേറൊരു പുരുഷൻ്റെ കൂടെയാണ് പോവുകയാണ്. അത് നടക്കുമോ? ഇനി അഥവാ ഒരു സ്ത്രീ പോയാലും ഇത്രയും സ്ത്രീകൾ പോവുമോ? സ്ത്രീകൾ കുറേ ഉണ്ടല്ലോ. അത് ഒന്ന് ആലോചിച്ച് നോക്കാം. ഒരൊറ്റ കാര്യം, അത് നടക്കുമോ? അത് ഉണ്ടാവുമോ? ഏതെങ്കിലും സമൂഹത്തിൽ അത് ഉണ്ടാവുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. വെള്ളരിക്ക പട്ടണം പോലെ. അപ്പോൾ അത് ഒരു തരം ഭക്തിയാണ്. ഭക്തി പല വിധത്തിലുണ്ട്. സ്നേഹം കൊണ്ട്, കാമം കൊണ്ട്, ഐക്യം കൊണ്ട്, സൗഹൃദം കൊണ്ടൊക്കെ ഇനി വാസക്രീഡയിൽ പറയാൻ പോകുന്നുണ്ട്. ഇവിടെ ഇവരുടെ കൃഷ്ണനെ കിട്ടാനുള്ള അമിതമായ ഒരു ഭക്തിയുടെ ആ ഒരു ആധിക്യത്തിൽ നമ്മൾ പലതും മറക്കും. പലതും മറക്കാറുണ്ട് എന്നാണ് ആ കൂട്ടത്തിലൊരു ആഗ്രഹമാണ്. അപ്പോൾ ഏതോ പറഞ്ഞു കേട്ടു നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ നടക്കണം എന്നുണ്ടെങ്കിൽ കുറേയും കൂടി ഈ ദേവിയുടെ ഉപാസന നമുക്ക് വളരെ ആവശ്യമാണ്. ദേവി ഭാഗവതം നോക്കി അത് മനസ്സിലാവും ചെയ്യും. നമുക്ക് അങ്ങനത്തെ ഒരു കൺക്ലൂഷനിൽ എത്താൻ ഒരു പ്രയാസമില്ല. ഏതുവരേക്ക് ഒരാൾ ദേവിയെ ഭജിക്കാതിരിക്കുന്നുവോ അതുവരെ അയാളുടെ വചനം വ്യർത്ഥമാണ്. അതെന്ത് ഉപാസിച്ചിട്ടും കാര്യമില്ല. ശിവഭക്തനായിരിക്കാം, വിഷ്ണുഭക്തനായിരിക്കാം, അയ്യപ്പ ഭക്തനായിരിക്കാം, ഒരു സർവമംഗള മംഗല്യേ എന്നുള്ള ശ്ലോകമെങ്കിലും ചെല്ലാണ്ട്, മഹാദേവി നമഃ, പരാശക്തി നമഃ എന്നെങ്കിലും ചെല്ലാതെ അയാളുടെ ഭജനമോ ഉപാസനാ പദ്ധതിയോ ഒരിക്കലും പൂർണ്ണമാവില്ല. അതിന് കുറേ കാര്യങ്ങളുണ്ട്, അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ അതനുസരിച്ച് ആ ദേവിയെ ഉപാസിച്ചാൽ, നമ്മളിപ്പോൾ ഏത് വിഷ്ണുവിനെയാണോ ഉപാസിക്കുന്നതെങ്കിൽ ആ ഉപാസനയിൽ അടക്കം പുരോഗതി ഉണ്ടാവാൻ ദേവീ ഭജന ആവശ്യമാണെന്ന് വാദിച്ചാൽ എന്താ ചെയ്യുക? ശരിയല്ലേ? ഭാഗവതത്തിലത്തെ പുരോഗതി, ഭക്തിയിലത്തെ പുരോഗതി, കൃഷ്ണൻ്റെ അനുഗ്രഹം, ഗുരുവായൂർ പോകണം എന്ന് വിചാരിച്ചാൽ അതിന് സാധിക്കാതിരിക്കുക. എന്താ ഇപ്പം ചെയ്യുക? പോകണമെന്നുണ്ട്, അപ്പോഴേക്കൊരു തടസ്സം. ദേവി ഒന്ന് ഭജിച്ചൊരു കാശ് ഒഴിഞ്ഞു നോക്കി ഇവിടുത്തെ കാവിലോ ദേവീ ക്ഷേത്രത്തിലോ ഗുരുവായൂർക്ക് പോകാൻ സാധിക്കും. ഗുരുവായൂർക്ക് പോകണതിന് ദേവിക്ക് ആലോക്യമൊന്നുമില്ല, ദേവിയെ ഭജിക്കുന്നതിന് ഗുരുവായൂരപ്പനും ആലോക്യമില്ല. അപ്പോൾ എന്തായി വന്നത്? ഇത് രണ്ടും നമുക്ക് സൈഡ് ബൈ സൈഡായിട്ട് പോകണം.
രണ്ടെന്നല്ല, ഇപ്പം ഗണേശനെ ഉപാസിക്കണം, ചില വിഘ്നങ്ങൾ തീരാൻ നമുക്ക് ഗണേശനെ ഉപാസിച്ച് ഗണപതി ഹോമം നടത്തിയാല മാറിപ്പോണത്. ചുരുക്കത്തിൽ ഈ ബഹുദൈവ ഉപാസന എന്നത് ഹിന്ദുക്കളുടെ ശാസ്ത്രീയമായിട്ട് നമ്മുടെ ഒരു അടിത്തറയാണ്. മറ്റു മതത്തിന് അത് അത്ര ഇല്ല, പക്ഷെ നമ്മുടെയാണ് കൂടുതൽ ശാസ്ത്രീയം എന്നാണ് പറയുന്നത്. നമ്മൾ ഏത് മാനസിക വിചാരത്തോട് കൂടിയിട്ടാണ് ഉപാസിക്കുന്നത്, ആ രീതിയിലുള്ള ഫലം നമുക്കുണ്ടാവും. അതല്ലേ ശരിക്കും വേണ്ടത്. അപ്പോൾ പ്രത്യക്ഷത്തിൽ പ്രകൃതിയിലത്തെ കാര്യങ്ങൾ പ്രായോഗികമായി നടന്നു പോകണം, നമ്മുടെ ഭക്തി അടക്കം മുന്നോട്ട് പോണച്ചാൽ ദേവിയുടെ വചനം വേണം എന്നാണ് ചുരുക്കം പറഞ്ഞു കൊണ്ടുവരുന്നത്. രുക്മിണി ദേവി ആ ദേവിയുടെ മുമ്പിൽ ഭജിച്ചതുകൊണ്ടല്ലേ കൃഷ്ണൻ വന്നു കൊണ്ടുപോയി. എന്തുകൊണ്ട് കൃഷ്ണനെ മാത്രം ഭജിച്ച് കൃഷ്ണനാമം ജപിച്ചിരുന്നില്ല രുക്മിണി? ഒന്ന് ചിന്തിച്ച് നോക്കുക. രുക്മിണിക്ക് കൃഷ്ണനോടുള്ള പ്രതിപത്തിയൊന്നും ഇവിടെ ലോകത്തിൽ വേറെ ആർക്കും ഉണ്ടാവുമോ? തോന്നണില്ല. അത്രയധികം ഞാൻ കല്യാണി കഴിക്കില്ല, അഥവാ കൃഷ്ണൻ്റെ കൂടെ അല്ലെങ്കിൽ ഞാൻ മരിക്കുന്നതിനാണ് എനിക്ക് ആഗ്രഹം, ഞാൻ അതിനാണ് മുൻതൂക്കം കൊടുക്കുക എന്ന് പറഞ്ഞ ആളാണ്. എന്നിട്ട് നാരായണനാമവും കൃഷ്ണനാമവും ജപിക്കുന്നതിന് പകരം എന്തേ ചെയ്ത്? ദേവിയെ പോയിട്ട് പ്രാർത്ഥിച്ചു. പരദേവത എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട്, അത് ദേവിയാണ്. നമസ്തേ ത്വാംബികേ ഭീഷ്ടം സുസന്താന സുധാഞ്ജുതാം ഓയാത് പതിർമേ ഭവത കൃഷ്ണ തദനുമോദതാം. ആ കൃഷ്ണൻ എൻ്റെ പതി ആവണേ ദേവി എന്നാണ് പറയണത്. അപ്പം അതിനൊരു പ്രാധാന്യം ഉണ്ട്. നമ്മുടെ കേരളത്തിൽ ഒരുപാട് ക്ഷേത്ര വീടുകളിലൊക്കെ പരദേവത ഭഗവതിയാണ്, ഭൂരിപക്ഷം. അല്ലാത്തതുണ്ട്, ഇല്ല എന്നല്ല. അയ്യപ്പൻ ഉണ്ട്, അയ്യപ്പ വാര്യം എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട് പാലക്കാട്. അത് അയ്യപ്പനാണ് അവിടുത്തെ പരദേവത. ശിവൻ പരദേവതയായിട്ടുള്ളവരുണ്ട്, വിഷ്ണു പരദേവത ഒക്കെ ഉണ്ട്. പക്ഷേ ഭൂരിപക്ഷം ഒന്ന് എടുത്തു നോക്കിയാൽ ഒരു 85% തറവാടുകളിൽ, ഏത് സമുദായം സമുദായം വിഷയമല്ല, ഏത് സമുദായത്തിലും ഒന്നെങ്കിലോ ദുർഗ അല്ലെങ്കിൽ കാളി അല്ലെങ്കിൽ ഭഗവതി ആയിരിക്കും പരദേവത. എന്തേ വേറൊന്നും അധികം വരാതിരിക്കാനുള്ള കാരണം വിഷ്ണു ഭക്തിയും ശിവഭക്തിയൊക്കെ നമുക്കുണ്ട് തന്നെ, ഉണ്ടാക്കി പറയേണ്ട ആവശ്യമില്ല. ഭാഗവതം വായിക്കാത്തവരുണ്ടോ? നാരായണനാമം ചെല്ലാത്തവർ ഈ ഭാരതത്തിലുണ്ടോ? അതിനെപ്പറ്റി കേൾക്കാത്തവർ ഈ ഭാരതത്തിലുണ്ടാവും. അപ്പോൾ രാമനാമവും നാരായണനാമവും നമശിവായ ചെല്ലാത്ത വീടുകളില്ല. പക്ഷേ ദേവിയെ ഭജിക്കാത്തവരുണ്ടാവാം. അത് പാടില്ല. പല്യ എന്താ ഉണ്ടാവേണ്ടിക്ക? പരദേവത ദേവിയാക്കി വെച്ചു. അപ്പോൾ അത് വയ്ക്കാണ്ടിരിക്കില്ലല്ലോ. അപ്പം നമ്മളാരും ദേവിയെ മറക്കണില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ മറന്നാലോ എന്നതുകൊണ്ടാവാം പരദേവത ദേവിയെ വെച്ചിരിക്കണം. അതിലൊരു ശാസ്ത്രമുണ്ട് അതിൽ. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, ഗോപസ്ത്രീകൾ കൃഷ്ണനെ സദാ ഒന്നും കൂടി തീവ്രമായിട്ട് കിട്ടാൻ ഭഗവതിയെ പൂജിച്ചു. അതങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞു പോയാൽ അതാവില്ല. അതൊക്കെ ഈ നമുക്കെടുക്കേണ്ടത് പറയണേ. ഏത് കഥ പറയുമ്പോഴും നമുക്കെടുക്കേണ്ടത് പറയാതെ കഥ പറഞ്ഞു പോയാൽ അതെന്തുപോലെ ആവുക നിശ്ചയില്ല. ഒരു ഫലവും ഇല്ലാണ്ട് കുറേ എന്തൊക്കെയോ കാട്ടി വരുന്ന പോലെയാവും. അതുകൊണ്ടാണത് പറഞ്ഞത്. സർവമംഗള മംഗല്യേ ശിവേ സർവാർത്ഥതാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ എന്നെങ്കിലും ചെല്ല. പരാശക്തയെ നമ എന്ന് സാധിക്കണം, ആവർത്തിച്ചില്ല. ദേവി അമ്മേനൊന്ന് മനസ്സിൽ നെഞ്ഞത്ത് കൈയൊന്ന് വയ്ക്കുക മതി. നമുക്ക് സാധിക്കണതില്ല. സഹസ്രനാമം ചെല്ലാനും ദൈവീഭാത്മ്യം വായിക്കാനും ദൈവഭാഗവതം വായിക്കാനും ഒന്നും എല്ലാവർക്കും പറ്റില്ല. വേണ്ടല്ലോ, എന്തിനാപ്പം അതൊക്കെ? നമുക്ക് സാധിക്കണ എടുത്തൊരു ദേവീ സ്മരണം ചെയ്യണം എന്നുള്ളവിടെ തോന്നാനാണ് ഇപ്പം 3 മിനിറ്റുകൾ അതിനു വേണ്ടി പറഞ്ഞത്. അത് ചെയ്യുന്ന വേണം. യോഗപത്രികൾ എന്തോ ചെയ്തോട്ടെ, അതല്ല. അതിൽ കൂടെ നമുക്ക് എടുക്കേണ്ട കാര്യം പറഞ്ഞതാണ്. ലളിതാസഹസ്രനാമമൊക്കെ തെറ്റാതെ ചെല്ലണത് വളരെ നല്ലതാണ്. തെറ്റരുത്, പഠിച്ച് ചെല്ലുക. ഇല്ലെങ്കിൽ CD എങ്കിലും വെച്ചിട്ട് ഒപ്പം കേട്ട് അക്ഷരത്തെറ്റില്ലാതെ ചെല്ലണം. അറിയുന്നവരെ കേൾപ്പിച്ച് ഞാൻ ചെല്ലണതിൽ തെറ്റുണ്ടോ എന്ന് ചോദിച്ച് തിരുത്തി ലളിതാസഹസ്രനാമം ചൊല്ലിയാൽ അതീവ ഗുണമാണെന്നാണ് പലരും പറയുന്നത്. അപ്പം എന്തായാലും കൃഷ്ണനെ സദാ കിട്ടാൻ വേണ്ടി ഇവരെ മണലുകൊണ്ട് കാളിന്തി നദിയിൽ ദേവീ വിഗ്രഹം തെട്ടിച്ചു. അതാണ് ഇവരിവിടെ ചെയ്തത്. അവരും ചെയ്തു എന്നർത്ഥം. എന്നിട്ടോ ഗന്ധേ മാല്യേ തുരബിബിർ ബലിബിർ ധൂപദീപകേ, ചന്ദനം ഗന്ധം മാല പുഷ്പം പഞ്ചോപചാരങ്ങളെ കൊണ്ട്, ഷോഡശോപചാരം എന്നൊക്കെ പറഞ്ഞ പൂജ പലതരത്തിലുണ്ട്. ചന്ദനം, ഗന്ധം, വെള്ളം, അതുപോലെ തന്നെ ധൂപം, ദീപം, ഇതാണ് പഞ്ചോപചാരം. കുറഞ്ഞത് ഇതെങ്കിലും വേണം ഒരു പൂജയ്ക്ക്. ധൂപം കാട്ടുക, അഗരു അല്ലെങ്കിൽ ഇതൊക്കെ ഇട്ട് പുകയ്ക്കുക, അതാണ് ധൂപം. ധൂപം കൽപ്പയാമി. പിന്നെ ദീപം, കൊടിവിളക്കിൽ വിളക്ക് തിരി കത്തിച്ചിട്ട് കാട്ടുക, മണിയടിച്ചിട്ട് ഇങ്ങനെ ദീപം കൽപ്പയാമി. അത് ദീപം. ഇപ്പം ധൂപായി ദീപായി, അത് അഗ്നിയുടെ പ്രതീകമാണ്. ധൂപം
വായുവിൻ്റെ പ്രതീകമാണ്. പഞ്ചഭൂതങ്ങൾ ആണ് ഈ പഞ്ചോപചാരങ്ങൾ കാണിക്കുന്നത്. പുഷ്പം എന്ന് പറഞ്ഞാൽ ആകാശം എന്നുള്ള പഞ്ചഭൂതത്തിനെയാണ് പുഷ്പം സമർപ്പയാമി. ആകാശാത്മന പുഷ്പം സമർപ്പയാമി. പിന്നെയോ ഗന്ധം സമർപ്പയാമി. ഭൂമി എന്ന പഞ്ചഭൂതത്തിനായിട്ട് ചന്ദനം സമർപ്പയാമി. ജലത്തിനെ അധികരിച്ച് ജലം തന്നെയാണ് സമർപ്പിക്കുന്നത്, വേറൊന്നുമില്ല ഇതിന്. ജലത്തിൻ്റെ പ്രതീകമായിട്ട് ജലം സമർപ്പയാമി, തോയം. പിന്നെ ആ ഗന്ധേ മാല്യേ സുരഭിർ ബലിഭിർ ധൂപദീപകൈ. ഗന്ധമാല്യാദികളെ കൊണ്ടുള്ള ഉപചാരം കൊണ്ട് സർവേശ്വരിയായ ഭഗവതിയെ അവർ പൂജിച്ചു. എന്താ പറയണ? കാത്യായനി മകാമായേ മഹായോഗിന്യധീശ്വരി നന്ദഗോപസുതം ദേവി പതിമേ കുരുദേ നമ. കാത്യായനി മഹാമായേ ഭവാനി ഭുവനേശ്വരി മനോഭിലക്ഷിതം ദേവി വരം ദേഹി നമോസ്തുതേ. ദേവി ഭാഗവതം യജ്ഞം നടത്തുമ്പോൾ പാപ്താത്ര സംസാര സാഗരേ മഗ്നെന്ന് ചെല്ലണ പോലെ ഈ ശ്ലോകത്തിൻ്റെ രണ്ടാമത്തെ വരി ഒന്ന് മാറ്റും. കാത്യായനി മഹാമായേ ഭവാനി ഭുവനേശ്വരി എന്നാ ചെല്ല. ഇവിടെ മഹായോഗിന്യധീശ്വരി എന്ന് പറഞ്ഞു. മനോഭിലക്ഷിതം ദേവി വരം ദേഹി നമോസ്തുതേ എന്നാ പറയാം. മനസ്സിലാഗ്രഹിച്ചതായ കാര്യം നടക്കണമേ. ഇവിടെ നന്ദഗോപസുതം ദേവി പതിമേ കുരുതേ നമ. നന്ദഗോപസുതനായിരിക്കുന്ന ഭഗവാൻ കൃഷ്ണൻ സദാ ഞങ്ങളുടെ ജീവൻ്റെ നാഥനായി തീരണമേ. ആ കൃഷ്ണൻ്റെ നാഥത്വം സദാ ഞങ്ങൾക്ക് ഉണ്ടാവണം. വിചാരിച്ചിടത്തൊക്കെ കൃഷ്ണൻ ഉണ്ടാവണേ. ഭക്തിരസ പ്രാർത്ഥനയാണത്. കൃഷ്ണൻ ഭർത്താവ് ആവണം എന്ന് പറഞ്ഞാൽ വല്ല അർത്ഥമുണ്ടോ? അത് തെറ്റാണ്. ആ വ്യാഖ്യാനേ തെറ്റാണ്. 7 വയസ്സാണ് കൃഷ്ണൻ ആ സമയത്ത് എന്നാണ്. ഇവരൊക്കെ പലരും ഗൃഹസ്ഥകൾ, ആ കുട്ടികളുണ്ടെന്നും കൂടി പറയണു. മിനിമം ഒരു 20 വയസ്സെങ്കിലും കഴിഞ്ഞിട്ടുണ്ടാവണ്ടേ? ആലോചിച്ചൊക്കെ പ്രായത്തിന് വല്ല ചേർച്ചയുണ്ടോ അവിടെ? 7 വയസ്സായിട്ടുള്ള ഒരാൾക്ക് ഇങ്ങനത്തെ സംഗതികൾ ഇന്നിപ്പോൾ നമ്മൾ അതെന്തൊക്കെ കാണുന്നുണ്ട് നെറ്റിൽ കേട്ടോ. യൂട്യൂബ് നെറ്റും വാർത്തയൊക്കെ നോക്കിയാൽ പണ്ടൊന്നുമില്ല, ഉറപ്പാണ്. പണ്ടത്തെ കാര്യമാണല്ലോ ഇപ്പോൾ എടുക്കേണ്ടത്. കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ 5 വയസ്സായിട്ടുള്ള ഒരാൾക്ക് ഇങ്ങനത്തെ ഒരു സംഗതികളും ലോകത്തിലില്ല. മിനിമം ഒരു 10-12 വയസ്സെങ്കിലും കഴിയണം. അപ്പോൾ 7 വയസ്സായിട്ടുള്ള കൃഷ്ണൻ ആ രീതിയിലാണ് ഗോപികളോട് ഇടപെട്ടത്. ആ രീതിയിൽ എൻ്റെ ഭർത്താവായിട്ട് 7 വയസ്സുകാരനെ കിട്ടണം എന്ന് ഏതെങ്കിലും ഒരു ഗൃഹസ്ഥ പ്രാർത്ഥിക്കുമോ? ഇല്ല. കൃഷ്ണനെ ഈശ്വരനാണ് എന്ന ഭാവത്തിൽ വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് കൂടെ ഉണ്ടാവണമേ, ഈശ്വരാധീനം ഉണ്ടാവണേ പ്രാർത്ഥിച്ചുകൊണ്ട് എന്താ തെറ്റ്? ആക്കാ ദൈവാധീനം വേണ്ടാത്ത അതവർ പ്രാർത്ഥിച്ചു, ഇത്രയേ ഉള്ളൂ. ഇതി മന്ത്രം ജപന്ത്യസ്താ പൂജാം ചക്രു കുമാരിക ഏവം മാസം വ്രതം ചേരു കുമാര്യ കൃഷ്ണചേതസാം. കൃഷ്ണചേതസ്സുകളായിട്ട് കൃഷ്ണനിൽ തന്നെ മനസ്സ് വയ്ക്കപ്പെട്ടതായിട്ട് ആ കുമാരികമാർ, ഒരു കുമാരിക എന്ന് പറഞ്ഞ ഗൃഹസ്ഥകളാണ് പലതും. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വാക്ക് ചിലപ്പോൾ മാറ്റി പ്രയോഗിക്കും. കുമാരിക എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കാത്തവരാണല്ലോ ശരിക്കും. അപ്പം അങ്ങനത്തെവരാണോ ഇവിടെ ശല്യ? അല്ലാത്തവരും ഗോപികളിൽ ഉണ്ടായിരുന്നു. ഭദ്രകാളിയും സമാനർച്ചു പോയാൻ നന്ദസുതപതി. തങ്ങളുടെ അധിപനായിട്ട് കൃഷ്ണനെ കിട്ടാൻ പതി എന്നൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ഭർത്താവ്. ആ നിലയ്ക്കൊന്നും അല്ല എന്നാണ് അറിവുള്ളവർ പറയുന്നത്. അപ്പം നമുക്കിപ്പോൾ അങ്ങനെ പറയല്ലേ നല്ലത്. ആ ഭദ്രകാളിയെ അവർ ഉഷസ്യുദ്ധായ ഗോത്രേസേ അന്യോന്യ ബദ്ധബാഹവ. രാത്രി ആയതുകൊണ്ടാണ് ഈ കൈ കോർത്ത് പിടിച്ചത് എന്നാണ്. എല്ലാവരും കൂടി കൈ കോർത്ത് പിടിച്ചിട്ട് വെള്ളത്തിലിറങ്ങിയിട്ടാണല്ലോ തിരുവാതിരക്കളി പാടുക. പല പാട്ടുകളും ഇല്ലേ, ഒന്നേയുള്ളൂ പള്ളിച്ചങ്ക് എന്നൊക്കെ പറഞ്ഞ് വിവിധ തരത്തിലുള്ള പാട്ടുകൾ പാടി വെള്ളത്തിൽ തിരുവാതിരയ്ക്ക് തുടിക്കുന്ന ഒരു സംസ്കാരം നമുക്കുണ്ട്. അതിനെ ഓർമ്മിപ്പിക്കുന്നു. ഇത് ഹേമന്തേ പ്രഥമേ മാസി. ആ 2 മാസമാണല്ലോ ഒരു ഋതു. അതിൽ ആദ്യത്തെ മാസം നവംബർ മാസത്തൊക്കെ ആയിട്ട് ഹേമന്തം വരിക. ആ തണുപ്പുണ്ടാവും, മഞ്ഞുകാലം. അതിൽ 4 മണിക്ക് നീട്ട് കുളിക്കുക. തണുപ്പിനെ ജയിക്കാനാണ് അതൊക്കെ. ഈ പഞ്ചാഗ്നി മധ്യത്തിലുള്ള തണുപ്പിൽ വെള്ളത്തിൽ നിന്നിട്ട് അത്രയും ദിവസം ചെയ്യുക. ചൂടത്ത് പഞ്ചാഗ്നി മധ്യത്തിൽ. അപ്പോൾ അതിനെ ജയിക്കാനാണ്. തണുപ്പ് കാലത്താണ് തണുപ്പിൽ പോയിട്ട് കുളിക്കുന്നത്. ആലോചിച്ച് നോക്കൂ. അങ്ങനെ ഇവർ ഭദ്രകാളിയും സമാനർച്ചു, സർവേശ്വരനായിരിക്കുന്ന ഭഗവാനെ സദാ ദൈവാധീനത്തിനായി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷേ ഇവർ കുളിക്കാൻ ഇറങ്ങിയപ്പോൾ എന്ത് ചെയ്തു? വാസാംസി കൃഷ്ണം ഗായന്തിയോ എല്ലാ വസ്ത്രങ്ങളും ഒരു വൃക്ഷത്തിൻ്റെ അഴിച്ചു വെച്ചു. അവിടെ തീരത്ത്, കാളിന്തിയുടെ തീരത്ത് അഴിച്ചു വെച്ചിട്ടാണ് കുളിച്ചത്. കുറേ ദിവസമായിട്ട് ഇതിങ്ങനെ ശ്രദ്ധിക്കുന്നുമുണ്ട് ഭഗവാൻ. ഇവരിപ്പോൾ തുടങ്ങിയിട്ട് കുറച്ചായി. ഇപ്പം ഈ നേരത്തെ പോക്ക് സ്ഥിരമുള്ള ഏർപ്പാടല്ലല്ലോ. ഇപ്പം എന്തേ ഇപ്പം ഇവർ നേരത്തെ ഇങ്ങനെ പോകാൻ തുടങ്ങിയിട്ട് എന്തൊക്കെയോ പ്രാർത്ഥിക്കുന്നു. അവിടെ ചിലതൊക്കെ സാധാരണ ചെയ്യാത്തത് കണ്ടു ഭഗവാൻ. വിഗ്രഹം വെച്ച് പൂജിക്കലൊക്കെ സാധാരണ പതിവുണ്ടോ? അറിഞ്ഞു
അവരുടെ ലക്ഷ്യവും ഉദ്ദേശവും ഇതാണ്. അവരെ ഒന്ന് അനുഗ്രഹിക്കാം എന്ന ഭാവത്തിൽ ഭഗവാൻ അങ്ങോട്ട് ചെന്ന സമയത്താണ് കണ്ടത് വസ്ത്രങ്ങളെല്ലാം അഴിച്ചു വെച്ചിട്ട് നഗ്നകളായിട്ടാണ് ഇവർ കുളിക്കണത്. ഇത് ശരിയാണോ? ഒരു വ്രതകാലത്തും നമ്മൾ വസ്ത്രമില്ലാതെ കുളിക്കരുത്, സാധാരണയും ചെയ്യരുത്, വസ്ത്രമില്ലാതെ കുളിക്കരുത് എന്നാണ്. തെറ്റാണത്. ഒരു നൂൽബന്ധം ചെറുതായിട്ടെങ്കിലും വേണം. എല്ലാ വസ്ത്രവും നമ്മളിട്ട് കുളിക്കില്ലല്ലോ. പക്ഷേ പൂർണ്ണ വസ്ത്രങ്ങൾ അഴിച്ച് കുളിച്ചാൽ അത് വെള്ളത്തിനെ അപമാനിക്കുന്നതാണ്. ജലം പഞ്ചഭൂതങ്ങളിലൊന്നാണ്. പഞ്ചഭൂതങ്ങളൊക്കെ ഈശ്വരനാണെന്നാണ് ഒരു സങ്കല്പപ്രകാരം വരിക. അപ്പോൾ ആ വെള്ളത്തിനെ അപമാനിച്ചാൽ ദൈവത്തിനെ അപമാനിച്ച പോലെ ഈ വസ്ത്രമില്ലാതെ കുളിക്കുക. കുളിമുറിയിലാണ്, ആരും കാണില്ലല്ലോ. പലരും ചെയ്യാറുള്ളൊരു തെറ്റാത്. കുളത്തിലാവുമ്പോൾ പിന്നെ അത് സംഭവിക്കില്ല. പുഴയിലോ കുളത്തിലോ ആവുമ്പോൾ അവിടെ അത് ചെയ്യണ വീരന്മാരുണ്ട്. പക്ഷെ അത് വലിയൊരു തെറ്റാണ് നമ്മൾ ചെയ്യുന്നത് എന്നാണ് ശാസ്ത്രം പറയണത്. വെള്ളത്തിൽ തുപ്പുകയോ വസ്ത്രമില്ലാതെ ഇറങ്ങി കുളിക്കുകയോ മലമൂത്ര വിസർജനം ചെയ്യുകയോ അരുത്. ശാസ്ത്രം തന്നെ ഷ്ടീവയിൽ വിസർജിക്കരുത്, വെള്ളത്തിൽ ഒക്കെ നിയമമുണ്ട്, ശാസ്ത്രമുണ്ട്. അപ്പം അത് ഇവരിവിടെ തെറ്റിച്ചിരിക്കണു. അതിനെന്തെങ്കിലും ഇവരെ ലേശം ഒന്ന് ശിക്ഷ കൊടുക്കണം. ഒരു ദണ്ഡം അല്ലെങ്കിൽ ഒരു വിഷമം അവർക്ക് കൊടുക്കുക. ശിക്ഷ എന്ന് പറഞ്ഞാൽ അവർ ബുദ്ധിമുട്ടിക്കുക എന്നർത്ഥമാണല്ലോ. ഏത് ശിക്ഷയുടെയും ലക്ഷ്യം ബുദ്ധിമുട്ടിക്കലല്ലേ. അടിക്കുകയാണെങ്കിലും ശാരീരികമാണെങ്കിലും മാനസികമാണെങ്കിലും. അപ്പം ഭഗവാൻ ഇവർ കാണാതെ ഈ വസ്ത്രങ്ങളൊക്കെ എടുത്ത് ഒരു വൃക്ഷത്തിൻ്റെ മുകളിൽ ആണ് കെട്ടി. കുളി കഴിഞ്ഞു നോക്കുമ്പോൾ അതാ വസ്ത്രം ഒന്നും കാണാനില്ല. ഓരോരുത്തരും ചോദിച്ചു, അയ്യോ പേരൊക്കെ എടുത്ത് വിളിച്ചു അല്ലേ, ചന്ദ്രേ ചന്ദ്രഭാഗേ ശാരദേ അംബിക എവിടെയാ നമ്മുടെ വസ്ത്രങ്ങളൊക്കെ? വസ്ത്രങ്ങളോ? അതിപ്പോൾ നീ വെച്ച വയ്ക്കലുണ്ടാവും. ആരാ വെച്ചതൊക്കെ കൂടി ഒരാളാ വെച്ച്. അപ്പം പിന്നെ എളുപ്പമായി ഈ വെച്ച വയ്ക്കലില്ലേ നോക്കാം. ഇല്ലാത്തതുകൊണ്ടല്ലേ ഇപ്പം ഞാൻ ഇതൊക്കെ പറയണ. ഈ സമയത്ത് ഈ വസ്ത്രം വന്നിട്ട് ആരാ എടുക്കുക ഗോപികളെ? നേരം കൂടി വെളിച്ചായിട്ടില്ല. അല്ലാണോ നോക്കൂ, വെച്ച സ്ഥലം നിനക്ക് ഓർമ്മയുണ്ടാവില്ല, മാറി നോക്കിയിട്ടുണ്ടാവും. ഇല്ലയെന്നാ ഞാൻ വെച്ച സ്ഥലം എന്താ എനിക്കറിയില്ലേ, എന്നാൽ നീ തന്നെ വന്ന് നോക്ക്. എല്ലാവരും നോക്കി, എല്ലാവർക്കും ബോധ്യമായി വസ്ത്രവും കാണാനില്ല. അവിടുന്ന് കയറണമെങ്കിൽ വസ്ത്രം ഇല്ലാണ്ട് കയറാനും പറ്റില്ല. വേഗം വെള്ളത്തിലേക്ക് തന്നെ ഇറങ്ങി. ഇനിയിപ്പോൾ ഇവിടെ നിൽക്കുക അല്ലേ, അല്ലാണ്ട് അപ്പം എന്താ ജീവനാന്തോ, എങ്ങനെ കയറാനാ? നേരം കുറേശ്ശെ പ്രഭാതമായപ്പോൾ അവരിങ്ങനെ ആകാശത്തേക്ക് നോക്കുകയാണ്. വെളിച്ചായോ ആകാശത്ത് കൂടുതൽ ബുദ്ധിമുട്ടായി. വെളിച്ചായ ഇനിയിപ്പോൾ എന്താ ഉണ്ടാവുക? ഇവിടുന്ന് കയറാണ്ട് ഇവിടെ നിൽക്കാൻ പറ്റുമോ? ഇപ്പം ചില ആൾക്കാരൊക്കെ പറഞ്ഞു, അല്ല ആ വൃക്ഷത്തിൻ്റെ മുകളിലേക്ക് നീ ഒന്ന് നോക്കിയോ? വൃക്ഷത്തിൻ്റെ മുകളിലേക്ക് നോക്കാൻ എന്താ വല്ല പക്ഷികളോ ഇലകളോ ഉണ്ടാവും? അങ്ങനെയല്ല, അവിടെ നോക്കാം, മഞ്ഞി പച്ചി നീലി നമ്മുടെ വിവിധ കളറിലുള്ള വസ്ത്രങ്ങളല്ലേ കാണുന്നത്. നിനക്ക് വല്ല ഭ്രാന്തും ഉണ്ടോ? ഈ വൃക്ഷങ്ങൾ എന്താ, അതിന് വല്ല ചിറകും ഉണ്ടോ ഈ വസ്ത്രങ്ങൾക്ക്? പറന്നു പോയിട്ട് വൃക്ഷങ്ങളുടെ മുകളിലിരിക്കാൻ? അതിപ്പോൾ ഇല്ല എന്ന് എനിക്കും അറിയാം. പിന്നെന്താ, ഞാൻ അതിൻ്റെ ഇടയിൽ വേറെ ചിലത് കണ്ടു. അതെന്താ, ഒരു മഞ്ഞ നിറവും ഒരു നീല നിറം. മഞ്ഞ വസ്ത്രം നീല വസ്ത്രമാവും. ഇതപ്പോൾ ഇതിനെത്ര പറയാനുള്ളത്? ഒരാൾ പറയാം എൻ്റെ മഞ്ഞേനെയാണ് വസ്ത്രം, അതെന്നെയാവും. അതൊന്നുമല്ല. പിന്നെന്താ, നീ എന്താ ഉദ്ദേശിക്കണത്? നേരെ തെളിച്ച് പറയൂ. അവിടെ കണ്ടില്ലേ തലയിൽ മയിൽപ്പീലി ചൂടിയിട്ട് ഒരാൾ? നിനക്ക് ശുദ്ധഭ്രാന്ത് തന്നെ. തലയിൽ മയിൽപ്പീലി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരൊറ്റ ആളൊക്കെ ഉള്ളൂ, കൃഷ്ണന്. വേറെ രണ്ടാമത് അയ്യപ്പനോ സുബ്രഹ്മണ്യനോ ശിവനോ തലയിൽ മയിൽപ്പീലി കണ്ടിട്ടുണ്ടോ? ഇല്ല. അതേന്ന് ആ കൃഷ്ണൻ തന്നെ മരത്തിൻ്റെ മുകളിൽ ഇരിക്കണം. അത് പറയാൻ എങ്ങനെയാണ് ഞാൻ വിചാരിച്ചിട്ടാണ് പറയാത്തത്. അതിലേറെ നന്നായി. ഗോകുലത്തിൽ കഴിയേണ്ട കൃഷ്ണനെ എങ്ങനെയാണ് കുട്ടി ഈ മരത്തിൻ്റെ മുകളിൽ വരിക? അതന്നെ ഇപ്പം ഞാനും ആലോചിക്കണം. എനിക്കറിയിച്ചപ്പോൾ എന്നോട് ചോദിക്കുമോ? നീ അത് നോക്ക്. ഒരാൾ നോക്കി, രണ്ടാൾ നോക്കി, സംഗതി ശരിയാണല്ലോ. പക്ഷേ കൃഷ്ണൻ എന്തിനാണ് ഈ വസ്ത്രങ്ങൾ? അതാണ് ആർക്കും മനസ്സിലായില്ല. ഒരാൾ മറ്റേ തോണ്ടി നമുക്ക് ആ വസ്ത്രങ്ങളൊന്ന് ചോദിച്ചു നോക്കിയാലോ. കൃഷ്ണനിപ്പോൾ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ബുദ്ധിമുട്ടിയിട്ടാണ് അവിടെ വസ്ത്രം ഇല്ലാണ്ട് ഇത് പറഞ്ഞാൽ തരൂ കൃഷ്ണ എന്ന് പറഞ്ഞാൽ തരാതിരിക്കുമോ? എനിക്കൊന്നും വയ്യ, നീ വൈകിച്ചാ ചോദിച്ചോ. പിന്നെ ഇപ്പം ഇവിടുന്ന് വിളിച്ച് ചോദിക്കല്ലേ. അപ്പോൾ മറ്റേത്തിൽ എന്താ ഇപ്പം ഞാൻ ചോദിക്കണത് കാണണോ? ആ കൃഷ്ണനോടൊക്കെ ചോദിക്കും. ശ്യാമസുന്ദരതേ ദാസ്യക്കരവാമ തവോദിതം. ശ്യാമസുന്ദര കൃഷ്ണ ഉണ്ണി, എന്തിനാ ഞങ്ങളെങ്ങനെ ബുദ്ധിമുട്ടിക്കണത്? ദേഹിവാസാംസി ധർമ്മജ്ഞ, അങ്ങ് ധർമ്മം അറിയുന്നവനാണ്. കുളിക്കണ കടവിൽ വന്നിട്ട് സ്ത്രീകളുടെ വസ്ത്രം എടുക്കുന്നത് ശരിയാണോ? ധർമ്മപ്രകാരം ഇതെങ്ങനെയാണ് ശരിയാവുക? ധർമ്മജ്ഞ,
ധർമ്മം അറിയുന്ന അങ്ങ് ധർമ്മത്തിന് വിരോധമായിട്ട് പ്രവർത്തിക്കരുത്. വല്ലവരും ചെയ്യണ പോലെ അങ്ങ് ചെയ്യാന്ന് പറഞ്ഞാൽ അതല്ലേ ഇപ്പോൾ സത്യത്തിൽ ഇവിടെ ഉണ്ടാവുന്നത്. ഒരാൾ കേട്ടാൽ എന്താ കൃഷ്ണ വിചാരിക്കുക? അയ്യയ്യേ, കുളിക്കണ കടവിൽ വന്ന് സ്ത്രീകളുടെ വസ്ത്രങ്ങൾ എടുക്കുക. അഥവാ തന്നില്ലെങ്കിണ്ടല്ലോ എന്താ വേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം. നോച്ചേ രാജ്ഞേ ബ്രുവാമഹേ, നന്ദഗോപരോട് ഞങ്ങൾ പോയിട്ട് ഇപ്പോൾ പറയും, ഞാൻ കാണണോ? ഭഗവാൻ ഒന്നാന്ന് കാണട്ടെ, അവിടുന്ന് കയറില്ല എന്ന് ഭഗവാന് നല്ലോണം അറിയാം. എന്നാൽ അത് കഴിഞ്ഞിട്ടാവാം അച്ഛനോട് പോയിട്ട് പറയുക, എന്നിട്ടാവാം വസ്ത്രങ്ങൾ. അവർക്കുണ്ടോ കയറാൻ പറ്റണേ? എന്തിനാ കൃഷ്ണ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കണം? ഞങ്ങൾ പറയില്ല. പറയണ്ട, നിങ്ങൾ പറയുമെന്ന് പറയുക. അപ്പം പറഞ്ഞു പറയില്ല എന്ന്. അതൊക്കെ പോട്ടെ, വസ്ത്രം ഞങ്ങൾക്ക് തരുമോ ഇല്ലയോ? വസ്ത്രം തരാമെന്ന്. എനിക്ക് ഈ വസ്ത്രത്തിൻ്റെ ആവശ്യം എന്താ? പിന്നെ എന്തിനു വേണ്ടിയിട്ട് ഞാനിത് ചെയ്തു എന്ന് അല്ലേ? വസ്ത്രമില്ലാതെ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് നിങ്ങൾ ചെയ്തത് തെറ്റാണ്. അതിന് ഒരു ലേശം പ്രായശ്ചിത്തം ചെയ്തേ പറ്റൂ. എന്താ അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അയ്യോ കൃഷ്ണ ഞങ്ങൾ അത്ര ഓർത്തില്ല. ഓർക്കണം, ഓർക്കേണ്ടത് ഓർക്കണമല്ലോ. അത് കാരണം എല്ലാവരും കയറി വന്നിട്ട് അതിന് തെറ്റ് പറയും. എന്നാൽ നിങ്ങൾക്ക് ഞാൻ വസ്ത്രം തരാം. നിവൃത്തിയില്ലാതെ അവർ കയറി പാണി വ്യാംയോനിയും ആച്ചാത്യ രഹസ്യഭാഗത്തൊക്കെ കൈകൊണ്ട് മറച്ച് മെല്ലെ ഭഗവാന്റെ അടുത്ത് പോയി എല്ലാവർക്കും ഭഗവാൻ വസ്ത്രം കൊടുക്കുകയും ചെയ്തു. പറയുകയും ചെയ്തു ഭഗവാൻ, ഞാനിത് വെറുതെ രസത്തിന് ചെയ്തതല്ല. വിവസ്ത്ര ഇതപോ ധൃതവ്രത, നിങ്ങൾ വ്രതത്തിലാണെന്നല്ലേ ഇപ്പോൾ വെപ്പ്. എന്ത് ചെയ്തു? വിവസ്ത്ര, വസ്ത്രമില്ലാതെ വെള്ളത്തിലേക്ക് ഇറങ്ങി. വ്യഗാഹതേ തത്തതു ദേവഹേളനം, അത് ദേവഹേളനമാണ്. ദൈവമായിട്ടുള്ള ഈശ്വരനായിട്ടുള്ള വെള്ളത്തെ അപമാനിക്കലാണ്. അതുകൊണ്ട് ഒരു പ്രായശ്ചിത്തം ഞാൻ ചെയ്യിച്ചു. എനിക്കതിന് അധികാരമുണ്ട്, ഭഗവാൻ അധികാരമില്ലെങ്കിൽ പിന്നെ ലോകത്തിൽ ആർക്കാ അധികാരം? ചെയ്യാത്തതോ അരുതാത്തതോ ഭഗവാൻ ചെയ്തിട്ടില്ല. ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ കുട്ടിയാണോ? ഈശ്വരൻ തന്നെയല്ലേ തെറ്റിന് ശാസിക്കേണ്ട ആൾ. ആ ഈശ്വരനാണ് താന്നുള്ള ഭഗവാൻ എല്ലാറ്റിനും ന്യായമുണ്ട്. വെറുതെ കാട്ടിക്കൂട്ടുക അതല്ല. തെറ്റ് ചെയ്തവരെ തെറ്റിക്കാൻ ഭഗവാൻ അർഹതല്ലേ? ഇല്ല എന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ട് അവരെ മുഴുവനെ വസ്ത്രം കൊടുത്ത് നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഞാൻ മറ്റൊരു ദിവസം അനുഗ്രഹിക്കാം എന്ന് പറഞ്ഞ് പൂർണ്ണമായിട്ടുള്ള അവരുടെ ആഗ്രഹം സാധിച്ചില്ല. കൃഷ്ണനെ അവർക്ക് സ്വന്തമായി ആസ്വദിക്കണം, വളരെ സുദീർഘമായിട്ടുള്ള നേരം ആസ്വദിക്കണം. അതപ്പോൾ ആയില്ലല്ലോ. അത് നിങ്ങൾക്ക് മറ്റൊരു ദിവസം ഞാൻ സാധിപ്പിച്ചു തരാം എന്ന് രാസക്രീഡയുടെ ഒരു മുന്നറിയിപ്പ് പോലെ ട്രെയിലർ കാണിക്കും ചിലപ്പോൾ അല്ലേ, സിനിമയുടെയൊക്കെ ട്രെയിലർ എന്ന പോലെ കാണിച്ചുകൊണ്ട് ഭഗവാൻ ആ ഒരു സന്ദർഭം അവസാനിപ്പിച്ചു. സ്ത്രീകളെല്ലാം കൃഷ്ണനെ കണ്ട് 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 മതിയാവാതെ പിന്നാക്കം നോക്കി 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 അവരുടെ ഗൃഹത്തിലേക്ക് പോയി. കൃഷ്ണനെ കണ്ടിട്ടോ കൃഷ്ണനെ ആസ്വദിച്ചിട്ടോ കൃഷ്ണനോട് ഏകാന്തത്തിൽ വസിച്ചിട്ടോ മതിയാവാതെ, കൃഷ്ണാനുഭവം ആർക്കും മതിയാവും. ഒരു സപ്താഹം കേട്ടാൽ അന്ന് തന്നെ വേറെ സപ്താഹം ഉണ്ടെങ്കിലും പോണ ആൾക്കാരുണ്ട്. ആ പ്രാന്തന്മാർക്ക് വേറൊരു പ്രാന്തം ഉണ്ടാവില്ല, ആ ഒറ്റ പ്രാന്തം ഉണ്ടാവുള്ളൂ. അത് അതിലേക്ക് കയറി രക്ഷപ്പെട്ടു എന്നാണ്. അപ്പോൾ എത്ര ആസ്വദിച്ചാലും മതിയാവാത്തതാണ് കൃഷ്ണരസം. രാമരസം കൃഷ്ണരസം എന്നൊക്കെ പറഞ്ഞത് ഇല്ലേ, അതിലേക്കാട് വന്നു കിട്ടിയാൽ മതി എന്നാണ്. അങ്ങനെ അവരെല്ലാവരും വീട്ടിലേക്ക് പോയി എന്നും പറഞ്ഞ വസ്ത്രാപഹരണ ലീല. ഇതിലത്തെ ഒരു തത്വം കൂടി വളരെ പ്രധാനമായിട്ട് നമ്മൾ അറിയണം. ദേവിയെ ഉപാസിക്കാൻ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു. ഇവിടെ വസ്ത്രത്തിലുള്ള ഭ്രമത്തെ കുറയ്ക്കുക എന്നും കൂടിയുണ്ട്. നമുക്കൊക്കെ ഈ നല്ല വേഷം കെട്ടാൻ അരമണിക്കൂർ വീട്ടിൽ ചിലവാക്കിയാൽ 10 മിനിറ്റ് അമ്പലത്തിൽ ചിലവാക്കാൻ മടി. പച്ചസാരിക്ക് പച്ചപ്പൊട്ടും നീലസാരിക്ക് നീലപ്പൊട്ടും അങ്ങോട്ട് തിരിഞ്ഞിട്ടും ഇങ്ങോട്ട് തിരിഞ്ഞിട്ടും ഭർത്താവിനെ വിളിക്കുക, ഈ സാരി ഒന്ന് വലിച്ച് ശരിയാക്കി തരുമോ? ഇനി വലിച്ച് ശരിയാക്കേണ്ടത് ഇപ്പോൾ ഇയാളുടെ ബാധ്യത. എന്തൊക്കെ ഒരു ഇതാണ് നമ്മൾ ആഡംബരത്തിൽ വസ്ത്രത്തിൽ കാണിക്കുന്നത്. ആലോചിച്ച് നോക്കും. 25,000 50,000 ഉറുപ്പിയുടെ സാരി കല്യാണത്തിന് എത്ര ഉറുപ്പിയുടെ സാരി എടുക്കണമെന്നാണ് ചോദിക്കുക. ഈ കേട് വരണ ശരീരത്തെ പൊതിയാൻ ഇത്രയും ചിലവുള്ള വസ്ത്രം പൈസയ്ക്ക് ഭ്രമം വേണോ? ക്ഷേത്രത്തിൽ വരുമ്പോൾ എപ്പോഴും വൃത്തിയും അലക്കിയതുമായിട്ടത് വേണമെന്നേ ഉള്ളൂ. വില നോക്കണ്ട, ഡിസൈൻ നോക്കണ്ട, ഭംഗി നോക്കണ്ട, മാച്ച് നോക്കണ്ട. അതിനാണ് വെള്ള വസ്ത്രം എടുത്തിട്ട് ക്ഷേത്രത്തിൽ വരണം. അവിടെ പിന്നെ ഡിസൈനും കാര്യങ്ങളും ഇല്ലല്ലോ. സരളമായിട്ടുള്ള വസ്ത്രധാരണ രീതിയാണ് നമ്മൾ അവലംബിക്കേണ്ടത്. ആ വസ്ത്രത്തിലുള്ള ഭ്രമം ആത്മീയത്തിന് തടസ്സമാണ്. വേണം, വസ്ത്രം വേണം, പേരിന് അത്രയേ ഉള്ളൂ. വൃത്തി ഉണ്ടാവണം. വില പിടിച്ചതോ കൂടിയതോ ആയിട്ടുള്ള വസ്ത്രങ്ങളെ കൊണ്ട് കസറത്ത് കാണിക്കുക, കടും കളറുകളൊക്കെ ധരിച്ച് വരിക. ഈ വൈലറ്റും ചുവപ്പും ഒക്കെ ഏറ്റെടുത്ത് വന്നാൽ എല്ലാവരും ശ്രദ്ധിക്കുക, ഒന്ന് ആ കളറിലേക്കാണ്.
അവിടെ ഈശ്വരനിലേക്ക് മനസ്സ് നിർത്താനല്ലേ ക്ഷേത്രത്തിൽ വരുന്നത്, അല്ലെങ്കിൽ സത്സംഗത്തിന് വരുന്നത്. അതിൽ നിന്ന് മനസ്സ് മാറ്റുന്നതായതുകൊണ്ടാണ് വർണ്ണശബളമായിട്ടുള്ളതും കൂടുതൽ കളറുള്ളതുമായ വേഷം പണ്ട് നിഷേധിച്ചിരിക്കുന്നത്. വെള്ളവസ്ത്ര പണ്ട് വേഷ്ടി എടുത്തിട്ട് പോകണം അമ്പലത്തിൽ എന്നാണ് പറയുക. കളറുള്ളത് എപ്പോഴും നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പം അതുകൊണ്ട് വസ്ത്രത്തിലല്ല ബ്രഹ്മം വേണ്ടത്, ഈശ്വരനിലും ശരി ആത്മാവിലും ആണ് എന്നൊരു ബോധ്യം കൂടി വസ്ത്രാപഹരണ ലീലയിൽ കൂടെ കാണിച്ചു കൊടുത്തു ഭഗവാൻ. കായേന വാചാ മനസേന്ദ്രിയർവാബ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോതി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.